കൈ നിറച്ച് ഡ്രസ്സസ് 350 രൂപയിൽ താഴെയുള്ളൂ ഈ ഡ്രസ്സിനെല്ലാം റേറ്റ് വരുന്നത്. അതും എല്ലാം പെർഫെക്റ്റ് സ്റ്റിച്ചിങ്, പെർഫെക്റ്റ് കട്ടിങ്, ഒന്നും നമുക്ക് തെറ്റ് പറയാൻ ഒന്നുമേ ഇല്ലാത്ത രീതിയിൽ. അതും ഈ ബെൽറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, പെർഫെക്റ്റ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഓഫീസിലും കോളേജിലും ഇനി സ്കൂളിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സാട്ടോ. തുടങ്ങാം. വെൽക്കം ബാക്ക് ടു ഡിയർ ലക്ഷ്മി. അപ്പൊ എങ്ങനെയാ, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? എല്ലാവരും മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷോപ്സി ഹോൾ വീഡിയോ. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഷോപ്സിയുടെ ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നത്, അതുപോലും സൂപ്പർ അഫോർഡബിൾ. അപ്പൊ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് കുറച്ചധികം ഫേവറേറ്റ്സ് ഉണ്ട്. കുറച്ചധികം ഫേവറേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കതിൽ ചൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ എങ്കിലും എനിക്കൊരു ചോക്ലേറ്റ് ബ്രൗൺ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തു. എന്ന് വെച്ച് മറ്റേതൊന്നും ഇഷ്ടമല്ലെന്നല്ല കേട്ടോ. നമുക്ക് ക്യാമറയിൽ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ കളറ് ചേരുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തതാണ്. ഇത് മറ്റേ ഈ ആംഗ്ലോ ഇന്ത്യൻ, മറ്റേ ഈ ബംഗ്ലാവിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഒരു ടൈപ്പ് ഓഫ് മറ്റേ ആംഗ്ലോ ഇന്ത്യൻസ് ആണോ? അല്ല, അങ്ങനെ ഈ മറ്റേ ബംഗ്ലാവിലൊക്കെ കാണുന്ന പണ്ടത്തെ അവരൊക്കെ ഇടുന്ന ടൈപ്പ് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ് ആട്ടോ ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ മിഡി ഡ്രസ്സാണ്. ഇതിന്റെ അപ്പർ ബോഡി വന്നിട്ട് ഭയങ്കര ടൈറ്റ് ഒന്നും അല്ല, അത്യാവശ്യം ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പിലാണ്. സ്ലീവ്സ് അല്ലല്ലോ, നെക്ക് വന്നിട്ട് കുറച്ച് ഇടുങ്ങിയ നെക്കാട്ടോ, ഒരു വി നെക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ സ്ലീവ്സ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ലൂസ് ആണെന്ന് വെച്ചാൽ നല്ല ലൂസാണ്. ഒരു പഫി സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു പടി വെച്ചിട്ട് നല്ല ഒരു സ്റ്റൈലായിട്ട് ആ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്ലീവ്സിന് എന്തോ പേര് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഈ ഒരു മൊമെന്റിൽ ഞാനത് മറന്നുപോയി. പിന്നെ ഇതിന്റെ ബെൽറ്റ് ഒരു ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബെൽറ്റ് ആട്ടോ, ഈ നമുക്ക് അഫോർഡബിൾ റേറ്റ് കുറവെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവര് എല്ലാ ഡ്രസ്സിലും, ഞാൻ ഓരോ ഡ്രസ്സിലും എടുത്ത് പറയുന്നില്ല, ഇന്നത്തെ എല്ലാ ഡ്രസ്സിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്താണെന്നറിയുമോ? ഇതിന്റെ പെർഫെക്ഷൻ. അതായത് സ്റ്റിച്ചിങ്ങിലായാലും കട്ടിങ്ങിലായാലും അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, സൂപ്പർ സൂപ്പർ സൂപ്പർ. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലെയർ ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നല്ല വിരിഞ്ഞു കിടക്കുന്ന ഫ്ലെയേഴ്സ് ആട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി ഇല്ല, എന്നാൽ ആവശ്യത്തിന് ഒരു മിഡി ടൈപ്പ് ഡ്രസ്സിന് വേണ്ട എല്ലാ ക്വാളിറ്റി ഇതിനുണ്ട്. സൂപ്പർ. ഇതിന്റെ ഒരു റേറ്റ് വന്നിട്ട് 348 രൂപയാണ്. ഇത് ശരിക്കും പറഞ്ഞാല് വളരെ റേറ്റിംഗ് കുറവുള്ളതാണ്. അതായത് ഇതിന്റെ റിവ്യൂസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. ഒരു 117 റിവ്യൂസിന്റെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊള്ളാട്ടോ. എന്താണ് ഇതിന്റെ റിവ്യൂസ് കുറഞ്ഞു പോയെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതിനകത്തിലെ കളേഴ്സ് വന്നിട്ട് 5 ഷെയ്ഡായിരുന്നു ഉള്ളത്. പക്ഷെ ഇപ്പൊ ഒരെണ്ണം അൺഅവൈലബിൾ ആണ്, ബാക്കി ഷെയ്ഡ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇന്നത്തെ ഇതൊന്നല്ല, എല്ലാ പ്രോഡക്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു മിഡി ലെങ്ത് ഫ്രോക്കാണ് വരുന്നത്. ഈ ഒരു ഡ്രസ്സിന്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡാട്ടോ വരുന്നത്, സോളിഡ് പർപ്പിൾ കളറാണ്. പിന്നെ ഏതാണ്ട് ഇതേപോലെയാണ് ഇതിന്റെ സ്ലീവ്സും വരുന്നത്. പക്ഷെ ഇത് വേറൊരു ടൈപ്പാണ്, പക്ഷെ സെയിം അല്ല. എന്നാൽ ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരു പഫി സ്ലീവ്സ് ആണ് വെച്ചിരിക്കുന്നത്, ഹാഫ് സ്ലീവ്സ് ആണ്. പക്ഷെ ഇതിന്റെ കോളർ വന്നിട്ട് ഷർട്ട് ടൈപ്പ് കോളർ ആട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു 2 ബട്ടൺ ഓപ്പൺ ചെയ്യത്തക്ക രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഷോ ബട്ടൺ ആണ്. പിന്നെ നമ്മുടെ കറക്റ്റ് ഇതിന്റെയും ആ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് അതിൽ ചെറിയൊരു ഇലാസ്റ്റിക് ബെൽറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു രക്ഷയില്ല, കറക്റ്റ് പെർഫെക്റ്റ് നമ്മുടെ ഈ കർവിന്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള വൃത്തികേടും ഫീൽ ചെയ്യത്തില്ല. അത് ആ ഷേപ്പിൽ കറക്റ്റ് ആ ഒരു മിഡിയുടെ രീതിയിൽ അങ്ങനെ അങ്ങ് കിടന്നോളൂ. പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റിന്റെ ടാഗ് പോലും മാറ്റിയിട്ടില്ല, ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ ഇടുന്ന സമയത്ത് പ്രോഡക്ട്സ് എല്ലാം അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ കിട്ടിയ ആ ദിവസം തന്നെ അങ്ങോട്ട് വീഡിയോ എടുത്തേക്കാണ്. എനിക്കിത് മര്യാദയ്ക്ക് അന്നേരം തന്നെ എഡിറ്റ് ചെയ്ത് ഇടണമെന്നുണ്ട്, അതെനിക്കറിയില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്ത് ഇടാട്ടോ. പിന്നെ 330 രൂപയുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിട്ടേ. 330 രൂപയ്ക്ക് അതിലും കൂടുതൽ ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ഫാബ്രിക്കിനാണെങ്കിലും ശരി തന്നെ, ഇതിന്റെ ഫിനിഷിങ്ങിലാണെങ്കിലും എല്ലാം കൊണ്ടും. ഇതിനകത്തിൽ നമുക്കൊരു ബ്ലാക്ക് കളർ ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഇതിന്റെ റിവ്യൂസ് വന്നിട്ട് 33 റിവ്യൂസേ ഉള്ളൂ കേട്ടോ. ഞാൻ അത് ആലോചിക്കുന്നത്, ഇതിന്റെയൊക്കെ റിവ്യൂസ് എന്താ ഇങ്ങനെ കുറഞ്ഞു പോയതെന്ന്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈഗർ ഡിസൈനിൽ വരുന്ന ഒരു ഫ്രോക്ക് ആട്ടോ. ഇതിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സ്ലീവ്സ് ആണ്. ഭയങ്കര ഫ്ലെയർ ആയിട്ടുള്ള, നല്ല ഫ്ലെയർ കൊടുത്തിട്ടുള്ള ഒരു ഓപ്പൺ സ്ലീവ്സ് ആട്ടോ. നല്ല രസം അത് കിടക്കുന്നത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിലത്തെ നെക്ക് പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് ഓപ്പൺ ടൈപ്പായിട്ട് വരുന്ന ഒരു, ഈ ക്രോസ് ആയിട്ട് വന്നിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു എന്താ പറയണ്ട,
നെക്ക് പാറ്റേൺ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നർ യൂസ് ചെയ്യാം. പിന്നെ അത് ഈ സീൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. ബാക്ക് സൈഡിൽ വന്നിട്ട് ഒരു ഒതുങ്ങിയ വി ഷേപ്പ് നെക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ നല്ല റൗണ്ടില് നല്ല വീതിയില് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. അതും ഇത് പറയുന്ന പോലെ പെർഫെക്റ്റ് ഷേപ്പിലാണ് കേട്ടോ കിടക്കുന്നത്. നല്ല രസമായി ഇത് ഇടുമ്പോൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് ഫ്രിൽസ് പോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വിരിഞ്ഞ ഫ്ലെയർ ആട്ടോ കൊടുത്തേക്കുന്നത്. 348 രൂപയ്ക്ക് എഗെയിൻ ഇത് വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിങ്ക് വൈറ്റ് കോംബോയിൽ വരുന്ന വലിയ പ്രിന്റ്സ് ഉള്ള ഒരു ഫ്രോക്കാണ്. ഇതിന്റെ സ്ലിറ്റ് വന്നിട്ട് ഫ്രണ്ടിൽ സ്ക്വയറും അതുപോലെ തന്നെ ബാക്കിലും സ്ക്വയർ തന്നെയാണ്, ഫ്രണ്ടിലും സ്ക്വയർ ആണ്. രണ്ടിടത്തും നല്ല ഇലാസ്റ്റിക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഹഗ് ചെയ്ത് അങ്ങ് കിടന്നോളും. ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് ബലൂൺ സ്ലീവ്സ് ആട്ടോ. ഹാഫ് സ്ലീവ്സ് ആണ്, ബലൂൺ സ്ലീവ്സ് ആണ്. പിന്നെന്താണ്, ഇതിന്റെയും ഷേപ്പ് വന്നിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് കിടക്കും. ഇതിന്റെയും താഴെ സെയിം ഫാബ്രിക്കിൽ കുറച്ച് പ്രിൽസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയർ ഉള്ള ഡ്രസ്സാട്ടോ. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 268 രൂപയാണ്. 268 രൂപയ്ക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഈ ഒരു ഡ്രസ്സിനുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാൻ. നമ്മൾ നേരത്തെ കാണിച്ച പ്രിങ്കിന്റെ അതേ സെയിം ഫാബ്രിക്കിൽ വരുന്ന അടുത്ത ഒരു ഡ്രസ്സാണ് ഇത്. അത്യാവശ്യം എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഇതുപോലെ വലിയ വലിയ ഡിസൈൻസ്, ഫ്ലോറൽ പ്രിന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇതിന് ഷർട്ട് കോളറാണ്, അതായത് വലിയ കോളർ അതിനകത്തിൽ വരുന്നത്. പിന്നെ ഇതിനകത്തിൽ ഫ്രണ്ടില് നമുക്കൊരു 2-3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആയിട്ട്. അപ്പൊ നമുക്ക് ഇടാനും ഊരാനും ഒക്കെ സുഖമാണ്. പക്ഷെ താഴോട്ട് അങ്ങോട്ട് ഓപ്പൺ അല്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിന്റെയും സെൻട്രൽ പോർഷനിലായിട്ട് ഒരു ചെറിയ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെയും സെയിം ഫാബ്രിക്കിൽ താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയറിൽ കിടക്കുന്ന മിഡി ലെങ്തിലുള്ള ഒരു ഡ്രസ്സ്. 348 രൂപയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത്. ആ ക്യാഷിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഈ ഡ്രസ്സിനുണ്ട് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നും തന്നെ ഇല്ല. ഇതിന്റെ സ്ലീവ്സ് എന്ന് പറയുന്നത് ഹാഫ് സ്ലീവ്സ് ആണ്, അതുപോലെ തന്നെ ബലൂൺ സ്ലീവ്സും ആണ്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് മുംബൈയിലെ സെയിം ഫാബ്രിക്കിൽ വരുന്ന ഒരു പർപ്പിൾ കളർ വലിയ പ്രിന്റുള്ള ഡ്രസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അത്രയും നീളമില്ല, ഇതിന് ലെങ്ത് കുറവാണ്. ഇനിയിപ്പം അതെനിക്ക് കിട്ടിയതിന്റെ കുഴപ്പമാണോ അത് എല്ലാ ടൈപ്പും ഇതുപോലെയാണോ എന്ന് എനിക്ക് അറിയില്ല. ഇതിന്റെ സെൻട്രലായിട്ട് ഒരു എന്താ ഇത് പറയുന്നത്, ശരിക്കും ഇലാസ്റ്റിക് അല്ല, ഇലാസ്റ്റിക് ആണോ? ഇലാസ്റ്റിക് അല്ല, ഇങ്ങനെ പ്രിൽസ് ഇങ്ങനെ ഞുറുവ് ലേസും അല്ല, സെയിം ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെ ഞുറുവ് ഇട്ടങ്ങ് കൊടുത്തിരിക്കുക. ഇതിന്റെ നെക്ക് വന്നിട്ട് പെർഫെക്റ്റ് സ്ക്വയർ നെക്കാണ്. അതിന്റെ സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ്സ് ആണ്, ബലൂൺ സ്ലീവ്സ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടില് പ്ലെയിൻ പാറ്റേണും അതുപോലെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഒരു ഇലാസ്റ്റിക് പാറ്റേണും ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 268 രൂപയാണ്. പിന്നെ 268 രൂപയ്ക്ക് നമുക്ക് കൂടുതൽ കുറ്റം പറയാൻ പാടില്ല. പക്ഷെ എന്നാലും നമുക്ക് കിട്ടിയ സാധനത്തെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയണമല്ലോ. ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഫ്രോക്ക് ആയിരുന്നു കേട്ടോ. ഇതെനിക്ക് നിങ്ങളെ ഇട്ട് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കിതിടാൻ പറ്റില്ല. കാരണം ഇടാൻ പറ്റും, പക്ഷെ എനിക്കത് ഇട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റമില്ല. കാരണം അത്രയും ഭയങ്കര ടൈറ്റായിട്ട് നമുക്ക് തന്നെ സഫോക്കേറ്റഡ് ആണ്. നമുക്കതൊരു ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യും. ഇതിന്റെ കുറച്ചുകൂടെ വലിയ സൈസ് എടുത്താൽ ചിലപ്പം കറക്റ്റ് ആയിരിക്കും, പക്ഷെ എനിക്ക് ഷോൾഡർ ഒക്കെ വലുതായി പോകില്ലേ. ഞാൻ എന്നിട്ട് തന്നെ മീഡിയമാണ് എടുത്തത്. ചിലപ്പം ഇത് ആ ഒരു ടൈപ്പ് എന്താ പറയാ ഫ്രോക്ക് ആയിരിക്കാം മേ ബി. ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ഒരു ക്രേപ്പ് ബനിയൻ ക്ലോത്ത് ആണ്, അതായത് കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ബനിയൻ ക്ലോത്ത് അല്ല. ഹൈ റൗണ്ട് നെക്കാണ്, ഹൈ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടി സ്ലീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആഡംബരവും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ഇതിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. പക്ഷെ ഈ ഫോട്ടോയിലുള്ളതുപോലെ അല്ല ഞാൻ ഇട്ടപ്പം വന്നത്. എനിക്ക് ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്ന ആ ദിവസം തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്റെ ലാർജ് സൈസ് എടുക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. പക്ഷെ ലാർജ് സൈസ് ഞാൻ എടുക്കത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ മിക്കവാറും റിട്ടേൺ കൊടുക്കും. കാരണം ലാർജ് എടുത്താലും എനിക്ക് ഷോൾഡർ വലുതായിരിക്കും. അപ്പൊ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ലൂസായിരിക്കും, ഭയങ്കരമായിട്ട് ലൂസായിരിക്കും. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ബട്ടൺ കുത്തി അങ്ങ് പൊട്ടിച്ചേക്കാം, ഒന്നും നോക്കണ്ട. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, ഗുഡ് നൈറ്റ്.